ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേറ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ബെൽ ബട്ടനും കൂടി അമർത്തണേ. അങ്ങനെ ആദലയും അനുമോളും നൂറയും കൂടി അടിച്ച് പിരിയാണ്. അപ്പോൾ അനുമോൾ പറഞ്ഞു ഓടിപ്പോകുന്നുണ്ട്, പോടി ഒരു പണിയും എടുക്കാത്തവളെ, വെറുതെ ഇരിക്കുന്നവളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഓടിപ്പോയിട്ട് അനീഷേട്ടൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷേട്ട ബക്കറ്റ് വെച്ചെടുക്കുക, അവൾ കരയുന്നത് മുഴുവൻ അതിൽ വിരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടോ, ഒരു പണി എടുത്തിട്ട് നന്ദിയില്ലാത്തവൾ പറയുന്നത് കണ്ടില്ലേ, ഒരു പണി എടുത്തിട്ട് നമ്മളല്ലേ തേങ്ങ തിരികെ കൊടുത്തത്, ഉള്ളി എരിഞ്ഞ് കൊടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു മീറ്റിംഗ് കൂടുകയാണ്. മീറ്റിംഗ് കൂടുമ്പോൾ അനീഷ് പറയുന്നത്, എനിക്കിവിടെ മനസ്സിലാവാത്തൊരു കാര്യം ഞാൻ ക്യാപ്റ്റനോട് ചോദിക്കട്ടെ, ക്യാപ്റ്റൻ നൂറയാണ്, ചോദിക്കട്ടെ, തെറ്റ് എന്താണ് അനുമോൾ ചെയ്തത്, അതൊന്ന് വിശദീകരിച്ച് പറയാമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷേട്ടൻ ഇതൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ, ഇത് ടീമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അനുമോൾ പറയുന്നത്, ക്യാപ്റ്റനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോയത് എന്ന് പറഞ്ഞിട്ട്, എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ ഇറങ്ങി പോവാണെന്ന് പറഞ്ഞു. ഇപ്പോൾ പോണ ആളെ കാലി പിടിച്ച് നിർത്താൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ വെസൽ ടീമിക്ക് ഇടുകയാണ്, വെസൽ ടീമിൽ നെവിനെ കിച്ചൺ ടീമിക്ക് ഇടുകയാണ് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ അനുവാദം ചോദിച്ചിട്ടല്ല പോയതെന്ന് പറയുന്നു. അപ്പോൾ അക്ബർ പറയുന്നു, ഒരുപാട് ചോറിട്ട് വേവിച്ചു വെച്ചു, ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞതാണ്, എന്നിട്ട് അനുമോൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അനുമോൾ പറഞ്ഞു, കഞ്ഞിക്കരി ഇട്ടത് ഞാനല്ല, ആദിലയാണ്. കറി ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാക്കാറുണ്ട്, കാരണം ചോറ് ഉണ്ണുമ്പോൾ ഇനിയും കറി വേണമെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ടെന്ന് പറയുന്നുണ്ട്. ആവശ്യത്തിന് കൂടുതൽ വിളമ്പിയിട്ടും വീണ്ടും ഇവിടെ അത്യാഗ്രഹം കൊണ്ട് ചോദിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ദേഷ്യത്തിൽ ചോദിക്കണം, അത്യാഗ്രഹമോ, ഞങ്ങൾക്ക് അതിന് അത്യാഗ്രഹം, ഞങ്ങളുടെ റേഷനാണ് അതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്. നൂറ പറയുന്നുണ്ട്, ഞാനൊരു ക്യാപ്റ്റനാണ്, ഡമ്മിയാണോ ഞാൻ, എന്നോട് പറയണ്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, പറയാനുള്ളത് അനുമോൾ പറയട്ടെ, പറയാനുള്ളത് അനുമോൾ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 10 വട്ടം അതിരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ് പറയും, താൻ മിണ്ടാതിരിക്കണോ, ഇത് എൻ്റെ സ്പേസ്, ഞാനും അനുമോളും കൂടി സംസാരിക്കുക, ഞാൻ ഇവിടെ ക്യാപ്റ്റനായി നിൽക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ. അപ്പോഴും അനീഷ് പറയുന്നുണ്ട്, പറയാനുള്ളത് പറയട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, സാബുവിന് ചോറ് കുറവാണ്, അതുകൊണ്ട് പയർ കുറച്ച് കൊടുത്താൽ മതി എന്ന് അനുമോൾ പറയുന്നത് ഞങ്ങൾ കേട്ടതാണ്, ഈ നുണച്ചി പറയുന്നത് കേട്ടതാണ്, ഈ നുണച്ചി കള്ളമല്ലാതെ പറയുകയില്ല, ഇയാളോടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ ഡിങ്കനായിട്ടാണ് പറയുന്നത് കേട്ടോ. ഇത് ഇവളെ അനുമോളെ രക്ഷിക്കുന്ന ഡിങ്കൻ, ബോഡി ഗാർഡ്, ഇങ്ങനെയൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതാ വരുന്നുണ്ട്, ഡിങ്കൻ വരുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെയാണ് അനീഷിനെ പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, കുറേശ്ശെ എല്ലാവർക്കും വിളമ്പി കൊടുക്കും, എന്നിട്ട് കിച്ചണിൽ ചെന്നിട്ട് അവൾ ചോദിക്കും, ഇനി ആർക്കെങ്കിലും വേണോ, കറി വേണോ എന്ന്. ഇതെന്താണ്, പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് കറി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുമ്പോൾ അനുമോൾ തലയ്ക്ക് കൈവച്ചിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അത് ചിലപ്പോൾ അങ്ങനെയൊന്നുമല്ല അനുമോൾ ചെയ്യുന്നത്, അത് ഷാനവാസിൻ്റെ ഒരു ഇമാജിനേഷനാണ്. അപ്പോൾ അനീഷ് പറയുന്നത്, ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യാം. അപ്പം അനുമോൾ പറയുന്നുണ്ട്, ഞാൻ പകുതി, അതായത് പകുതി അക്ബർ കഴുകിക്കഴിഞ്ഞാൽ പകുതി ഞാനും കഴുകിക്കോളാം, പകുതി കഴുകിക്കോളാം എന്ന് അനുമോൾ പറയുന്നുണ്ട്. അല്ലാതെ വിളിക്കുമ്പോൾ ഒന്നും വരില്ല, 3 നേരമാണ് കഴുകുന്ന നേരങ്ങൾ, ആ 3 നേരം പകുതി ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞ്